നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പഴങ്ങളിൽ ഒന്നാണ് മാമ്പഴം. ഇന്ന് നമുക്ക് മാമ്പഴം ഉപയോഗിച്ച് വളരെ രുചിപ്രദമായ ഐസ്ക്രീം വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാമ്പഴം ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നന്നായി പഴുത്ത 4 മാങ്ങകൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് മാങ്ങാണ്ടിയും കളഞ്ഞ് അതിൻ്റെ മാംസം മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് നല്ല പൾപ്പാക്കി എടുക്കാം. 4 മാങ്ങകളും കൂടി മിക്സിയിലിട്ട് അരച്ച് പൾപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു 800 ഗ്രാം പൾപ്പുണ്ട്. ഇനി നമുക്ക് ഐസ്ക്രീം തയ്യാറാക്കാം. ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് 1 കപ്പ് ഹെവി വിപ്പിംഗ് ക്രീം എടുക്കാം. ഇത് നമുക്ക് ഒരു ഹാൻഡ് മിക്സർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ വിപ്പിംഗ് ക്രീം ഏകദേശം വിപ്പായിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് തിക്കായിട്ട് വരണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാംഗോ പൾപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 14 ounce കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഹാൻഡ് മിക്സർ ഉപയോഗിച്ച് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീമും മാംഗോ പൾപ്പും കണ്ടൻസ്ഡ് മിൽക്കും കൂടി നന്നായിട്ട് മിക്സ് ആകുന്നത് വരെ നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ഒരു ക്രീമി പാകമാകണം. ഇതുപോലെ നല്ല ക്രീമി പാകമാകുമ്പോൾ നമുക്ക് 2 നുള്ള് സാഫ്രോൺ കുങ്കുമപ്പൂവ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് ഹണിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഹാൻഡ് മിക്സർ ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഹണിയും കുങ്കുമപ്പൂവും ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇതുപോലെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് 1 കപ്പ് മാംഗോ ചങ്ക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. മാംഗോ ചങ്ക്സ് ആഡ് ചെയ്ത് നമുക്ക് ഇതുപോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മാംഗോ ഐസ്ക്രീം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതുപോലെ നല്ലൊരു ക്രീമി പാകമായിരിക്കണം. ഐസ്ക്രീം ഫ്രീസ് ചെയ്യാനായിട്ട് ഒരു ഫ്രീസർ സേഫ് ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഐസ്ക്രീം മിക്സ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഐസ്ക്രീം മിക്സ് ഫ്രീസ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് അതിന്റെ ലിഡ് വെച്ച് അടച്ചതിന് ശേഷം നമുക്കിത് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കാം. 8 മുതൽ 10 മണിക്കൂർ വരെയാണ് ഫ്രീസിംഗ് ടൈം. നമ്മുടെ ഐസ്ക്രീം ഇവിടെ ഫ്രീസ് ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഇനി ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. നല്ല ക്രീമി ആയിട്ടുള്ള മാംഗോ ഐസ്ക്രീമാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത ആഴ്ച മറ്റൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.